അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് മീൻ ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെ, മീൻ അറുത്ത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്നല്ല ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അതായത് പല സഹോദരിമാരും ഉമ്മമാരും ചിലപ്പോൾ മീൻ വൃത്തിയാക്കുന്നത് എന്താവാറില്ല, നജസ്സിൽ നിന്ന് ശുദ്ധിയാകാറില്ല. രക്തം നജസ്സാണ്. നജസ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോവാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പോൾ പല ഉമ്മമാരും മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ഈ നജസ്സിൽ നിന്നും ശുദ്ധിയാകുന്നില്ല. സാധാരണ സഹോദരിമാരും ഉമ്മമാരൊക്കെ മീൻ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഒരു വെള്ളത്തിൽ കഴുകുന്നു. ഇങ്ങനെ വെള്ളത്തിൽ കഴുകി അടുത്ത പാത്രത്തിലേക്ക് വാരിയിടുന്നു. എന്നിട്ട് ഈ വെള്ളം മാറ്റിയിട്ട് അടുത്ത വെള്ളം പിടിക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ വെള്ളം പിടിച്ചിട്ട് ഇതെല്ലാം കഴുകി വെള്ളത്തിൻ്റെ നിറം മാറുന്നവരെ കഴുകിയിട്ട് പിന്നെ കറിയിലെടുത്തിടും, എല്ലാം കൂടെ കറിയിലെടുത്തിടും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ വൃത്തിയാക്കിയ ഈ മീൻ എന്താണ്, നജസ്സുണ്ട്. കാരണം നിങ്ങൾ അറുത്ത് വെള്ളത്തിൽ ഇടലോടുകൂടി ആ വെള്ളത്തിൽ രക്തമായി കഴിഞ്ഞു. അപ്പോൾ രക്തമായി കഴിഞ്ഞാൽ രക്തത്തോടു കൂടി മിക്സായ വെള്ളം അത് നജസ്സായ വെള്ളമാണ്. അപ്പോൾ അതിങ്ങനെ കുറേ പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ടെടുത്ത് കറിയിലിട്ടാലൊന്നും നജസ്സിൽ നിന്ന് ശുദ്ധിയാകൂല. അതിന് പഴയ കാലത്ത് ഉമ്മമാരൊക്കെ പറയാറുണ്ട്, ഒഴുക്കുവെള്ളം ഒഴിക്കുക എന്നുള്ളത്. അതെങ്ങനെയാണ്, പണ്ടവരിങ്ങനെ കഴുകി കഴിഞ്ഞാൽ ഒരു കോപ്പയിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒഴിച്ചതിന് ശേഷമാണ് കറിയിലിടുന്നത്. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക. ഇന്നിപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇന്നൊരിക്കൽ ഇതുപോലത്തെ പാത്രം, ഇതുപോലത്തെ അരപ്പ് പാത്രം, ഇതുപോലത്തെയോ പാത്രം ഉണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യുക, മീനെല്ലാം കൂടി ഇങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ, എല്ലാം വൃത്തിയാക്കി ഈ രക്തത്തിൻ്റെ നിറമൊക്കെ മാറുന്നവരെ വൃത്തിയാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, എല്ലാ മീനിലും ഇതുപോലെ എന്ത് ചെയ്യുക, വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായി, അത് പൂർണ്ണമായും എന്ത് ചെയ്തു, ആ നജസ്സിൽ നിന്നും ശുദ്ധിയായി. കാരണം എന്ന് വെച്ചാൽ 200 ലിറ്റർ വെള്ളം, 200 ലിറ്റർ എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്ത് 192 ലിറ്ററാണ് ഏകദേശം പറയുന്നത്. എന്തായാലും നമുക്കത് 200 പറയാം. അപ്പോൾ 200 ലിറ്ററിൽ കുറവുള്ള വെള്ളത്തിൽ നമ്മൾ നജസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ വെള്ളവും നജസ്സാവും, അതിലേക്ക് ഇടുന്ന വസ്തുവും നജസ്സാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ 200 ലിറ്റർ ഒന്നും കൊള്ളത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ മീൻ അറക്കുന്ന രക്തമൊക്കെ ഈ പാത്രത്തിലാവുകയാണ്. അപ്പോൾ ഈ പാത്രത്തിൽ തന്നെ നമ്മൾ പിന്നെയും ഇടുമ്പം അത് പാത്രം നജസ്സായിക്കൊണ്ടിരിക്കുകയാണ്. പാത്രവും നജസ്സായി, പാത്രത്തിലെ വെള്ളവും നജസ്സായി, മീനും നജസ്സായി. അവസാനം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒഴുക്കുവെള്ളം ഒഴിച്ചാൽ മാത്രമേ എന്താവുള്ളൂ, അത് ശുദ്ധിയാകത്തുള്ളൂ. എന്നാലോ ഒഴുക്കുവെള്ളം ഒഴിച്ചാൽ മാത്രം പോരാ, പിന്നെ ചിലർ ചെയ്യുന്ന എന്താണ്, ഈ വെള്ളം അങ്ങ് ഒഴിച്ചളയും. ഈ വെള്ളം ഒഴിച്ച് കളഞ്ഞാൽ മാത്രം പോരാ, പിന്നെ എന്ത് ചെയ്യണം, ഇതുപോലെ ഒഴുക്കുവെള്ളം ഒഴിച്ച് ശുദ്ധിയാക്കിയാൽ മാത്രമേ എന്താവത്തുള്ളൂ, ഈ പാത്രവും എന്തെങ്കിലും നജസ്സിൽ നിന്ന് ശുദ്ധിയാകത്തുള്ളൂ. കാരണം ഇതിൽ ഓൾറെഡി രക്തം പുരണ്ട വെള്ളം ഇതിൽ ഉപയോഗിച്ചതാണ്. അപ്പോൾ അതും ശുദ്ധിയാകണമെങ്കിൽ ഇതുപോലെ ഒഴുക്കുവെള്ളം ഒഴിച്ച് എന്ത് ചെയ്യണം, ശുദ്ധിയാക്കണം. എന്നാൽ മാത്രമേ അത് വൃത്തിയാകത്തുള്ളൂ. ഇതൊന്നും പല സഹോദരിമാരും ചെയ്യാറില്ല. ഇവരിങ്ങനെ 2-3 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി പിന്നെ എടുത്ത് നേരെ കറിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത്, അത് നജസ്സോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അപ്പം കറി നജസ്സായി, എല്ലാം നജസ്സായി, കഴിക്കുന്നതൊക്കെ നജസ്സായി. ഈ നജസ് നമ്മുടെ ഉള്ളിലേക്ക് പോകുമ്പോൾ അത് നജസ് കഴിക്കൽ ഹറാമാണ്. അപ്പോൾ അത് ഉള്ളിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിപ്പോൾ അറിയാതെ അല്ലേ എന്നുള്ളത്, അറിയാതെ കഴിച്ചാൽ കുറ്റക്കാരാവൂല എങ്കിൽ പോലും നജസ് ഉള്ളിലേക്ക് പോകുന്നതിൻ്റെതായ പരിണിതി അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ മത്സ്യങ്ങൾ ശുദ്ധിയാക്കുമ്പോൾ ഈ രൂപത്തിൽ എന്താ ചെയ്യുക, വളരെ സിമ്പിളാണ്. നമ്മൾ കഴുകിയതിന് ശേഷം ഇതുപോലുള്ള അരിപ്പ പാത്രങ്ങൾ ഒരുപാടുണ്ട്, പല ഐറ്റം പാത്രങ്ങളുണ്ടാവും. അതിൽ വെച്ചിട്ട് നമ്മൾ അവസാനം വെള്ളം പിടിച്ച് വൃത്തിയാക്കിയാൽ മതി. ഇനി അതൊന്നുമില്ലെങ്കിൽ ടാപ്പ് തുറന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, കുറേശ്ശെ. ഓക്കെ, അസ്സലാമു അലൈക്കും. അതുപോലെ മാംസവും ശുദ്ധീകരിക്കേണ്ടത് ഈ രൂപത്തിൽ തന്നെയാണ്. ഒഴുക്കുവെള്ളം ഒഴിച്ച് വേണം എന്ത് ചെയ്യേണ്ടത്, അവസാനം കഴുകേണ്ടത്. ഇത് കഴുകാൻ ഉപയോഗിച്ച പാത്രങ്ങളിലൊക്കെ ഓൾറെഡി നജസ്സാണുള്ളത്. ആ പാത്രങ്ങളും എന്ത് ചെയ്യുക, ഇതുപോലെ ഒഴുക്കുവെള്ളം ഒഴിച്ച് അവസാനം കഴുകുക. കൈയും അതുപോലെ കഴുകുക. അപ്പോൾ കയ്യിലും നജസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും ഇതുപോലെ തന്നെ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഹറാമായ ഒരു സംഗതി നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നന്നാവണമെന്ന ചിന്ത നമുക്ക് ഉണ്ടായാൽ പോലും ഒരിക്കലും നന്നാവാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇബാദത്ത് എടുക്കാനും അതുപോലെ തന്നെ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും ഖുർആൻ ഓതാനും അങ്ങനെ ഒരുപാട് നന്മ ചെയ്യാനൊക്കെ നമുക്ക് താല്പര്യമുണ്ട് മനസ്സിൽ. പക്ഷെ അത് ചെയ്യാൻ കഴിയുന്നില്ല. പലപ്പോഴും മടിയാണ്, അല്ലെങ്കിൽ മറ്റു ചില തടസ്സങ്ങൾ നമുക്കുണ്ടാവുകയാണ്. ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണ്, നമ്മുടെ ഉള്ളിലേക്ക് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ
ഹറാമ് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നജസ് നമ്മുടെ വീട്ടിൽ തറയിലൊക്കെ ആയാൽ എങ്ങനെയാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അത് ചെയ്ത് തന്നെ കാണിച്ചു തരും. നിങ്ങൾക്ക് കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും.